വരുണൻ മധുരയെ വിളിച്ചു പറഞ്ഞു, ഹേ മധുരെ, നീ ചെന്ന് ബലരാമനെ ആവോളം സന്തോഷിപ്പിക്കുക. കൃഷ്ണന് ഗോപസ്ത്രീകളുണ്ട്, പക്ഷെ ഇതിലൊന്നും യാതൊരു താല്പര്യവും ഇല്ലാത്തവനാണ് ബലരാമൻ. അദ്ദേഹം സദാസമയവും കലപ്പയും എടുത്ത് ഊരിചുറ്റുകയാണ്. നീ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കണം. മധുര വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ തഴച്ചു വളർന്നു നിൽക്കുന്ന ഒരു കദംബവൃക്ഷത്തിന്റെ ഫലത്തിൽ കയറിയിരുന്നു. ബലരാമൻ അതുവഴി വന്നപ്പോൾ മാതൃകയെ ഗന്ധത്തിൽ മയക്കി കദംബവൃക്ഷത്തിന്റെ ഫലം പൊട്ടിച്ചു കുടിക്കുവാൻ തുടങ്ങി. കുടിക്കും തോറും കൂടുതൽ ആസക്തി കൂടുവാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും ആസക്തനായി വീണ്ടും വീണ്ടും കുടിച്ചു. തുടർന്ന് ഉന്മത്തനായി തീർന്നു. ബലരാമൻ ഗോപികമാരോടൊപ്പം നിരവധി ലീലകളിലാടി രസിച്ചു. മധ്യാഹ്നത്തോടെ ക്ഷീണിതനായ ബലരാമൻ യമുനയെ വിളിച്ചു പറഞ്ഞു, ഹേ യമുനെ, നീ ഇവിടെ വരൂ, എനിക്കൊന്ന് കുളിക്കണം. എന്നാൽ യമുന ഇതിനെ വകവച്ചില്ല. അതിൽ കുപിതനായ ബലരാമൻ യമുനയെ വിളിച്ചു പറഞ്ഞു, യമുനെ, നിനക്ക് ഇത്ര അഹങ്കാരമോ? അദ്ദേഹം യമുനയെ ഹലായുധത്താൽ തന്നിരിക്കുന്ന സ്ഥലത്തേക്ക് ബലമായി കൊണ്ടുവന്നു. ബന്ധനസ്ഥയായ യമുന തന്നെ വിട്ടയക്കണമെന്ന് അപേക്ഷിച്ചു. പക്ഷേ കുപിതനായ ബലരാമൻ ഇങ്ങനെയാണ് പ്രതികരിച്ചത്, ഹേ യമുനെ, നീ എന്റെ ശൗര്യത്തെയും കരുത്തിനെയും വകവച്ചില്ല. തന്നെയുമല്ല, എന്നെ അപമാനിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. അതിനാൽ നിന്നെ ഞാൻ 1000 ധാരകളാക്കും. ബലരാമൻ എന്റെ കലപ്പ കൊണ്ട് യമുനയെ 1000 കൈവഴികളാക്കി. ഭയത്തോടെ യമുന അതിനെയെല്ലാം പ്രവഹിക്കുവാൻ തുടങ്ങി. അതിനുശേഷം ബലരാമൻ യമുനയിലിറങ്ങി കുളിച്ചു. ഇത് കണ്ട് സന്തോഷിച്ച മഹാലക്ഷ്മി അവിടെ പ്രത്യക്ഷപ്പെട്ട് മനോഹരമായ കുണ്ടലങ്ങൾ, നീലപ്പട്ടുകൾ തുടങ്ങിയ സമ്മാനമായി നൽകി. തുടർന്ന് കുറെ കാലം ഗോകുലത്തിൽ വസിച്ച ശേഷം ബലരാമൻ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോയി. മനുപുത്രനായ ശര്യാദിയുടെ പുത്രിയായ സുകന്യയെ ചെവ്യനൻ വിവാഹം ചെയ്തു. ശര്യാദിയുടെ പുത്രനായിരുന്നു അനാർത്ഥൻ. പണ്ട് ദ്വാരക നിന്നിരുന്ന സ്ഥലത്ത് കുജസ്ഥലി എന്നൊരു ദ്വീപുണ്ടായിരുന്നു. ആ ദ്വീപിന്റെ അവകാശ ആർത്ഥനായിരുന്നു അവൻ. വരുണനുമായുണ്ടായ വഴക്കിനെ തുടർന്ന് വരുണൻ ആ ദ്വീപിനെ സമുദ്രത്തിലാഴ്ത്തി. അനാർത്ഥന്റെ പുത്രനായ രൈതവന് രേവതി എന്നൊരു പുത്രി 100 പുത്രന്മാരും ജനിച്ചു. ഊർവശിയെപ്പോലെ സുന്ദരിയായ പുത്രിക്ക് അനുയോജ്യനായ വരനെ കണ്ടെത്തുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം ബ്രഹ്മലോകത്തെത്തി. അവിടെ ഹാ ഹാ ഹൂ ഹൂ എന്നീ ഗന്ധർവന്മാർ ബ്രഹ്മാവിനെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. രൈവതൻ ആ ഗീതവും ആസ്വദിച്ച ഒരു യുഗം അവിടെ കഴിച്ചുകൂട്ടി. ഗാനത്തിന്റെ അവസാനത്തിൽ അദ്ദേഹം ബ്രഹ്മാവിനെ കണ്ട് മകൾക്ക് അനുയോജ്യനായ വരൻ ആരായിരിക്കുമെന്ന് വിനീതപൂർവം ചോദിച്ചു. ഇത് കേട്ട് ബ്രഹ്മദേവന് ചിരി വന്നു. അദ്ദേഹം പറഞ്ഞു, രൈവത, നീ ഈ ലോകത്തെത്തിയിട്ട് ഭൂമിയിലെ ഒരു മന്വന്തരം കടന്നുപോയിരിക്കുന്നു. നിന്റെ പുത്രപൗത്രാദികളും മക്കളുമൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചു പോയിരിക്കും. എന്റെ അനുഗ്രഹത്താൽ മാത്രം രേവതി നിത്യ യൗവനത്തോടും കന്യകാത്വത്തോടും കൂടി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു. നിന്റെ കുശസ്ഥലി എന്ന നഗരം ഇപ്പോൾ ദ്വാരക എന്ന പേരിൽ പ്രസിദ്ധമാണ്. അവിടെ ഭരണം നടത്തുന്നത് മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠൻ ബലരാമനാണ്. നീ അദ്ദേഹത്തിന് നിന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുക. ബ്രഹ്മാവിനെ വണങ്ങി രൈവതൻ ഭൂമിയിലേക്ക് യാത്ര തിരിച്ചു. ഭൂമിയിലെത്തിയപ്പോൾ കലിയുഗം ആരംഭിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലായി. മനുഷ്യൻ കുറിയവരും ബലം കുറഞ്ഞവരുമായിരുന്നു. മറ്റൊരിടത്ത് അറവശാലയിലേക്ക് കൊണ്ടുപോകുന്ന ഗോക്കളെയും കണ്ടു. വേറൊരിടത്ത് വേദം തെറ്റിച്ച് ചൊല്ലുന്ന ബ്രാഹ്മണനെയും കണ്ടു. ഒരിടത്തതാ വ്യഭിചാരിണിയായി പുണർന്നു കിടക്കുന്ന വിപ്രൻ. വേറൊരിടത്തൊരു വേശ്യ അവൾക്ക് കിട്ടേണ്ട പണത്തെക്കുറിച്ച് ഒരുത്തനുമായി തർക്കിക്കുന്നു. എന്തൊരു ധാർമ്മികമായ അധംപതനം! ഇതെല്ലാം കലികാലത്തിന്റെ ലക്ഷണമാണെന്ന് മനസ്സിലാക്കിയ രൈവതൻ തന്റെ പഴയ കൊട്ടാരം ലക്ഷ്യമാക്കി നടന്നു. അവിടെ യാതൊരു മാറ്റവുമില്ലാതിരിക്കുന്ന രേവതിയെ കണ്ടു. ബ്രഹ്മാവിനെ കണ്ട വിവരങ്ങളെല്ലാം അച്ഛൻ മകളോട് പറഞ്ഞു. അവൾക്ക് പറ്റിയ വരൻ ബലരാമനാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവൾ സന്തോഷത്തോടെ മൗനസമ്മതം നൽകി. സുന്ദരിയായ രേവതിയെ വിവാഹം ചെയ്യുന്നതിന് ബലരാമന് സമ്മതമായിരുന്നു. തുടർന്ന് ദ്വാരകയിൽ വെച്ച് ഇരുവരുടെയും വിവാഹം സമംഗളം നടന്നുവല്ലോ. രേവതിയിൽ ബലരാമന് പുത്തുകൻ, നിശംസ എന്നീ 2 പുത്രന്മാർ ജനിച്ചു. കംസന്റെ ഭാര്യമാരായ അസ്ഥിയും പ്രാപ്തിയും മഗധരാജാവായ ജരാസന്റെ പുത്രന്മാരായിരുന്നു. കംസവധത്തോടുകൂടി വിധവകളായി തീർന്ന അവർ അച്ഛനോട് സങ്കടം പറഞ്ഞു. ജരാസന്ധൻ ഒരു വലിയ സൈന്യത്തോടുകൂടി മധുരാപുരിയിലെ വളഞ്ഞു. സാല്യൻ, കലിംഗൻ, ശേതി രാജാവ്, ദന്തവക്ത്രകൻ, ശിശുപാലൻ തുടങ്ങിയ രാജാക്കന്മാരെല്ലാം ജരാസന്ധനെ സഹായിച്ചു. ശ്രീകൃഷ്ണൻ, ബലരാമൻ, ഉദ്ധവർ, അക്രൂരൻ, കൃതവർമാവ് തുടങ്ങിയ യാദവ പ്രമുഖർ അവരോട് എതിർത്തു. ആ യുദ്ധത്തിൽ അനേകം രാജാക്കന്മാർ കാലപുരി പോയി. ബലരാമനും ജരാസന്ധനും തമ്മിൽ ദ്വന്ദ്വയുദ്ധം നടന്നെങ്കിലും കൃഷ്ണന്റെ നിർദ്ദേശമനുസരിച്ച് ജരാസന്ധനെ കൊന്നില്ല. ജരാസന്ധനുമായി തുടർച്ചയായി നടത്തിയ യുദ്ധത്തിൽ യാദവരുടെ സാമ്പത്തിക ശക്തി ക്ഷയിച്ചു. ധനസമ്പാദനത്തിനായി രത്നവിഭൂഷിതമായ ഗോമന്തക പർവ്വതത്തിലേക്ക് രാമകൃഷ്ണന്മാർ പുറപ്പെട്ടു. വനത്തിൽ തപസ് ചെയ്യുന്ന പരശുരാമനെ അവർ സന്ദർശിച്ചു.
ഗോമന്തക പർവ്വതത്തിന്റെ ചുവട്ടിൽ കരവീരം എന്നൊരു രാജ്യമുണ്ടെന്നും അവിടുത്തെ രാജാവായ ശൃഗാല വാസുദേവനെ വധിച്ച് ധാരാളം പണവും രത്നവും സമ്പാദിക്കണമെന്നും പരശുരാമൻ ഉപദേശിച്ചു. അവർ അപ്രകാരം ചെയ്ത് ധാരാളം ധനം സമ്പാദിച്ച് പ്രവർഷണഗിരിയിലെത്തി. മുമ്പൊരിക്കൽ ബാണാസുരൻ അപഹരിച്ചിരുന്ന ശ്രീകൃഷ്ണന്റെ കിരീടം അവിടെ വെച്ച് ഗരുഡൻ കൊത്തിയെടുത്ത് തിരികെ കൊടുത്തു. പിന്നീട് അവർ മധുരയിലെത്തി. ശൃഗാല വാസുദേവനെ കൊന്ന കാരണത്താൽ ജരാസന്ധൻ മധുരയിലേക്ക് പട നയിച്ചു. ഇത് ജരാസന്റെ 18ാമത്തെ ആക്രമണമായിരുന്നു. ഒടുവിൽ മധുരാപുരി വിട്ട് മറ്റെങ്കിലും ഒരു സ്ഥലത്തെത്തിച്ചെന്ന് രാജ്യം സ്ഥാപിക്കുവാൻ ശ്രീകൃഷ്ണൻ ആഗ്രഹിച്ചു. അതിന് 2 കാരണം. ഒന്ന്, ജരാസന്ധൻ തന്റെ അമ്മാവനായ കംസന്റെ ശ്വശ്വരനാണ്. 2, മധുര പിടിച്ചെടുത്ത് കംസന്റെ മക്കൾക്ക് കൊടുക്കണമെന്നുള്ളതായിരുന്നു ജരാസന്ധന്റെ ആഗ്രഹം. തന്മൂലം രാമകൃഷ്ണന്മാർ സോമനസാലെ യാദവന്മാരോടുകൂടി പശ്ചിമ സമുദ്രത്തിലെ ഒരു ദ്വീപായ ദ്വാരകയിൽ ചെന്ന് നഗരം സ്ഥാപിച്ചു. വിശ്വകർമാവാണ് ഈ നഗരം പണിതത്. കാലയവനൻ എന്ന രാജാവിന് ദ്വാരക കൈവശപ്പെടുത്തണമെന്ന് ആഗ്രഹം ജനിച്ചു. അതിനുവേണ്ടി അയാൾ ശിവനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചു. യാദവന്മാരിൽ ആർക്കും കാലയവനെ വധിക്കുവാനാവില്ലെന്ന് ശിവൻ വരം കൊടുത്തു. മന്ദാതാവിന്റെ പുത്രനായ മുചുകുന്ദൻ എന്ന രാജാവ് ഇന്ദ്രന്റെ ക്ഷണമനുസരിച്ച് ദേവലോകത്ത് ചെന്ന് ഇന്ദ്രന്റെ എതിരാളികളെ തോൽപ്പിച്ചു. സന്തുഷ്ടനായ ഇന്ദ്രൻ എന്തുവരം വേണമെന്ന് ചോദിച്ചു. ഉറങ്ങിയിട്ട് വളരെ നാളായതിനാൽ സുഖമായി കിടന്നുറങ്ങുവാൻ ഒരു സ്ഥലം കാണിച്ചു കൊടുത്താൽ മതിയെന്ന് മുചുകുന്ദൻ പറഞ്ഞു. അതനുസരിച്ച് ഇന്ത്യയിൽ ഭൂമിയിൽ ഒരു ഗുഹ കാണിച്ചു കൊടുത്തു. ഉറക്കത്തിന് തടസ്സമുണ്ടാക്കുന്നവൻ മുചുകുന്ദന്റെ നോട്ടത്തിൽ ഭസ്മമായി പോകുമെന്ന് ഇന്ദ്രൻ പറഞ്ഞു. അതനുസരിച്ച് മുചുകുന്ദൻ ഗുഹയിൽ കിടന്നുറക്കം തുടങ്ങി. ഈ സമയത്ത് കാലയവനൻ ശ്രീകൃഷ്ണനെ ആക്രമിക്കുവാൻ അടുത്തു. അയാളെ വധിക്കണമെന്ന് ശ്രീകൃഷ്ണൻ നിശ്ചയിച്ചു. ഭയന്നോടുന്ന മട്ടിൽ ശ്രീകൃഷ്ണൻ അയാളുടെ മുമ്പിൽ ഓട്ടം തുടങ്ങി. നില്ലടാ അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് കാലയവനൻ പുറകെ തിരിച്ചു. കൃഷ്ണൻ ഓടി ഓടി മുചുകുന്ദൻ കിടങ്ങുന്ന ഗുഹയിൽ കയറി. കാലയവനും കൂടെ കയറി. കൃഷ്ണൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി. മുചുകുന്ദനെ കൃഷ്ണൻ എന്ന് തെറ്റിദ്ധരിച്ച് കാലയവനൻ ശക്തിയായി ചവിട്ടി. മുചുകുന്ദൻ ചാടി എഴുന്നേറ്റ് നോക്കിയുടൻ കാലയവനൻ ഭസ്മമായി പോയി. കൃഷ്ണൻ മുചുകുന്ദന് പ്രത്യക്ഷനായി. അദ്ദേഹം കൃഷ്ണനെ വന്ദിച്ചു. കൃഷ്ണന്റെ ഉപദേശം അനുസരിച്ച് മുചുകുന്ദൻ ബദരികാശ്രമത്തിൽ ചെന്ന് തപസ് ചെയ്ത് മോക്ഷം പ്രാപിച്ചു. കാലയവനന്റെ ധനമെല്ലാം എടുത്ത് രാമകൃഷ്ണന്മാർ ദ്വാരകയിലേക്ക് യാത്രയായി. ഇടയ്ക്ക് വെച്ച് ജരാസന്ധനെ കണ്ടുമുട്ടി. കൃഷ്ണനും ബലഭദ്രനും കൂടി ഓട്ടം തുടങ്ങി. ആഹാ, അത്രയ്ക്കായോ? നിൽക്കടാ അവിടെ, നിനക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജരാസന്ധൻ അവരെ അനുവാദനം ചെയ്തു. അവർ ഓടി ഓടി പ്രവർഷണ പർവ്വത്തിന്റെ ഉന്നത തലത്തിൽ ചെന്നു. ഉടൻ തന്നെ രാമകൃഷ്ണന്മാർ അപ്രത്യക്ഷരായി. ജരാസന്ധൻ പർവ്വതത്തിന്റെ 4 ചുറ്റും തീ കൊടുത്തു. രാമകൃഷ്ണന്മാർ ആരും അറിയാതെ അഗ്നിമധ്യത്തിൽ നിന്ന് ദ്വാരകയിലേക്ക് ചാടി. അവർ അഗ്നിയിൽ വെന്തുപോയിരിക്കാമെന്ന് കരുതി തികഞ്ഞ ആത്മനിവൃത്തിയോടെ ജരാസന്ധൻ മഗധയിലേക്ക് തിരിച്ചുപോയി. വിദർഭയിലെ ഭരണാധികാരിയായിരുന്ന ഭീഷ്മകന് രുക്മി എന്നൊരു പുത്രനും രുക്മിണി എന്നൊരു പുത്രിയും ഉണ്ടായിരുന്നു. രുക്മിണിയുടെ അലൗകിക സൗന്ദര്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ ശ്രീകൃഷ്ണൻ അവളെയും ശ്രീകൃഷ്ണന്റെ വ്യക്തിത്വത്തിൽ ആകൃഷ്ടയായി അവൾ അദ്ദേഹത്തെയും അഗാധമായി സ്നേഹിച്ചിരുന്നു. മകളെ സുരക്ഷിതമായ ഒരാളെ ഏൽപ്പിക്കുകയല്ലോ എന്നോർത്ത് ഭീഷ്മകൻ മകളുടെ ഇംഗിതത്തിന് വഴങ്ങി. എന്നാൽ സഹോദരനായ രുക്മി അതിനെ എതിർത്തു. അദ്ദേഹത്തിന്റെ മിത്രമായ ജരാസന്ധന്റെ ഉപദേശമനുസരിച്ച് രുക്മിണിയെ ചേതി രാജാവായ ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കുവാൻ പിതാവിനോട് ആവശ്യപ്പെട്ടു. മകന്റെ ഭീഷണിക്ക് മുമ്പിൽ ആ വൃദ്ധൻ വഴങ്ങിക്കൊടുത്തു. ഇതറിഞ്ഞ രുക്മിണി അത്യധികം ദുഃഖിച്ചു. ഇഷ്ടമില്ലാത്ത പുരുഷനോടൊപ്പം കഴിയുന്നതിനേക്കാൾ ആഭികാമ്യം മരണമാണെന്ന് അവൾ ഉറപ്പിച്ചു. തന്റെ അവസ്ഥ കൃഷ്ണനെ അറിയിക്കുവാൻ അവൾ രഹസ്യമായ ഒരു ബ്രാഹ്മണനെ നിയോഗിച്ചു. ബ്രാഹ്മണൻ പറഞ്ഞറിഞ്ഞ ഉടനെ കൃഷ്ണൻ ജ്യേഷ്ഠനോടും യാദവരോടും കൂടി ശിശുപാലനുമായുള്ള വിവാഹം കാണണമെന്നുള്ള വ്യാജേനെ വിദർഭയിലേക്ക് തിരിച്ചു. വിവാഹത്തിലെ തലേന്ന് തന്നെ കൃഷ്ണൻ രുക്മിണിയെയും കൊണ്ട് ദ്വാരകയിലേക്ക് തിരിച്ചു. ഇത് കണ്ട ശിശുപാലന്റെയും രുക്മിണിയുടെയും അനുചരന്മാർ കൃഷ്ണനെ ആക്രമിച്ചു. അവരുടെ കൂടെ ജരാസന്ധൻ, ദന്തഭക്ത്രകൻ, ശല്യർ തുടങ്ങിയവരും ചേർന്നു. കൃഷ്ണൻ അവരെ എതിർക്കുന്നതിനുള്ള ചുമതല ബലരാമനെ ഏൽപ്പിച്ചിട്ട് രുക്മിണിയെയും കൊണ്ട് ദ്വാരകയിലേക്ക് പോയി. പ്രബലരായ യാദവരോട് ശത്രുക്കളായി പരാജയപ്പെട്ടു. കൃഷ്ണനെ കൊന്ന രുക്മിണിയെ മോചിപ്പിക്കുവാനാകാതെ താൻ ഇനി വിദർഭയുടെ തലസ്ഥാനമായ കുണ്ടിനാപുരത്തിലേക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്ത രുക്മി കൃഷ്ണനെ പിന്തുടർന്നു. എന്നാൽ കൃഷ്ണൻ രുക്മിയെയും സൈന്യത്തെയും ദയനീയമായി പരാജയപ്പെടുത്തി. ഈ സമയം വിജയശ്രീ ലാളിതരായ ബലരാമനും കൂട്ടരും അവിടെ എത്തി. രുക്മിയെ കൊല്ലുവാൻ ശ്രമിച്ച കൃഷ്ണനെ ബലരാമൻ തടഞ്ഞു. അത് അംഗീകരിച്ച് കൃഷ്ണൻ രുക്മിയുടെ തലമുണ്ടനം ചെയ്ത് ബന്ധനസ്ഥനാക്കി. അപ്പോൾ ബലരാമൻ കൃഷ്ണനോട് പറഞ്ഞു, ഏയ് കൃഷ്ണ, നീ ചെയ്യുന്നത് ശരിയല്ല. രുക്മി ഇപ്പോൾ നമ്മുടെ ബന്ധുവാണ്. നീ ഇപ്പോൾ അവനോട് ചെയ്യുന്ന ക്രൂരത രുക്മിണിയോടുകൂടി ചെയ്യുന്ന അപരാധമാണ്. അതുകൊണ്ട് നീ അവനെ കെട്ടഴിച്ചു വിടുക. ബലരാമന്റെ നിർദ്ദേശമനുസരിച്ച് കൃഷ്ണൻ രുക്മിയെ ബന്ധനവിമുക്തനാക്കി. അപമാനിതനായി അവിടെ നിന്ന് യാത്ര തിരിച്ച രുക്മി പ്രതിജ്ഞ പാലിക്കുവാനായി കുണ്ടനത്തിൽ പ്രവേശിക്കുവാനാകാതെ ഭോജകട എന്ന പ്രദേശത്ത് ഒരു കൊട്ടാരം നിർമ്മിച്ച് അവിടെ ഇരുന്ന് ഭരണം നിർവഹിച്ചു.
രുക്മിണിയും ശ്രീകൃഷ്ണനും തമ്മിൽ പിതാമഹനായ ഉഗ്രസേനന്റെ ചുമതലയിൽ വിവാഹം നടന്നു. രുക്മിണിയെ ഭയന്ന് ഭീഷ്മകനോ മറ്റു ബന്ധുക്കളോ വിവാഹത്തിൽ പങ്കെടുത്തില്ല. രുക്മിണിയും ശ്രീകൃഷ്ണനും തമ്മിലുള്ള ശത്രുത മരണം വരെ തുടർന്നു. ശ്രീകൃഷ്ണന് രുക്മിയിൽ പ്രദ്യുമ്നൻ എന്നൊരു പുത്രൻ ജനിച്ചു. സത്യാജിത്ത് എന്ന യാദവ രാജാവിന് സൂര്യനിൽ നിന്നും കിട്ടിയ സ്യമന്തംഗമണി എന്ന സത്രാജിത്തിന്റെ അനുജൻ പ്രസസേനൻ ധരിച്ചുകൊണ്ട് വേട്ടയ്ക്ക് പോയി. ഒരു സിംഹം പ്രസേനനെ കൊണ്ടു മണി തട്ടിക്കൊണ്ടുപോകുന്നത് ജാംബവാൻ കണ്ടു. ജാംബവാൻ സിംഹത്തെ ധരിച്ച് സ്യമന്തകം എന്ന ഗുഹയിൽ കൊണ്ടുചെന്ന് കുട്ടികൾക്ക് കളിക്കുവാൻ കൊടുത്തു. പ്രസേനനെ കൊന്ന് സ്യമന്തകം മോഷ്ടിച്ചത് കൃഷ്ണനാണെന്ന് ഒരു കിംവദന്തി നാട്ടിൽ പരന്നു. ശ്രീകൃഷ്ണൻ കാട്ടിൽ ചെന്ന് സ്യമന്തകം അന്വേഷിക്കുകയും ജാംബവാന്റെ ഗുഹയിൽ കണ്ടെത്തുകയും ചെയ്തു. ജാംബവാൻ ശ്രീകൃഷ്ണനോട് ദ്വന്ദ്വയുദ്ധം ചെയ്തു തോറ്റു. ശ്രീകൃഷ്ണന്റെ മഹത്വം തിരിച്ചറിഞ്ഞ ജാംബവാൻ തന്റെ പുത്രിയായ ജാംബവതിയും സ്യമന്തകവും ഭഗവാന് കാഴ്ചവെച്ചു. അങ്ങനെ ജാംബവതി ശ്രീകൃഷ്ണന്റെ ഭാര്യയായി. ശ്രീകൃഷ്ണൻ സ്യമന്തകം സത്രജിത്തിന് തിരിച്ചു കൊടുത്തു. സന്തുഷ്ടനായ സത്രാജിത്ത് സ്വപുത്രിയായ സത്യഭാമയെ ശ്രീകൃഷ്ണന് കൊടുത്തു. സ്ത്രീധമനായ സമ്യന്തവും കൂടി കൊടുത്തെങ്കിലും അദ്ദേഹം അത് വാങ്ങിയില്ല. പാണ്ഡവന്മാർ അരക്കില്ലത്തിൽ വെന്തു മരിച്ചു എന്ന വാർത്ത നാട്ടിൽ പരന്നു. കൃഷ്ണൻ അതീവ ദുഃഖിതനായി. പാണ്ഡവന്മാർ അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഖാണ്ഡവപ്രസ്ഥത്തിൽ താമസിക്കുന്ന വിവരം ഏതാനും നാളുകൾക്ക് ശേഷം കൃഷ്ണന്റെ ചെവിയിലെത്തി. ഉടൻ തന്നെ കൃഷ്ണൻ സുഹൃത്തുക്കളോടൊപ്പം ഖാണ്ഡവപ്രസ്ഥത്തിൽ ചെന്ന് പാണ്ഡവന്മാരെ സന്ദർശിച്ചു. ആ ഘട്ടത്തിൽ അഗ്നിദേവൻ അർജുനനെ സമീപിച്ച് ഖാണ്ഡവപാനം ആഹാരമായി കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു. വിജയൻ സമ്മതിച്ചു. അവിടെ വെച്ച് അർജുനൻ മയനെ അഗ്നിയിൽ നിന്ന് രക്ഷിച്ചു. പൃഥ്വികുമാരായ മയൻ പാണ്ഡവർക്ക് ഇന്ദ്രപ്രസ്ഥത്തിൽ ഒരു സഭ പണിതു കൊടുത്തു. ഒരു ദിവസം അർജുനനും കൃഷ്ണനും കൂടി കാളിന്തി തീരത്തുകൂടി സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു സ്ത്രീയെ കണ്ടു. തന്റെ പേര് കാളിന്തി എന്നാണെന്നും കൃഷ്ണനെ അല്ലാതെ മറ്റാരെയും ഭർത്താവായി സ്വീകരിക്കുകയില്ലെന്നും ശപഥം ചെയ്തു കഴിയുകയാണെന്നും അവൾ പറഞ്ഞു. കൃഷ്ണൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു. 3-4 മാസം ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിച്ചതിന് ശേഷം കൃഷ്ണനും കാളിന്തിയും കൂടി ദ്വാരകയിലേക്ക് പോയി. ശ്രീകൃഷ്ണന്റെ സഹോദരിയായിരുന്ന രാജാതി ദേവിയെ അവന്തി രാജാവ് വിവാഹം കഴിച്ചു. അവർക്ക് വിന്ദൻ, അനുവിന്ദൻ, മിത്രാവിന്ദ എന്ന് 3 സന്താനങ്ങൾ ജനിച്ചു. അവരിൽ മിത്രാവിന്ദ ശ്രീകൃഷ്ണനെ മനസ്സാവരിച്ചു. അവളുടെ സ്വയംവരത്തിൽ സന്നിഹിതനായിരുന്ന ശ്രീകൃഷ്ണൻ അവളെ തേരിൽ കയറ്റി ദ്വാരകയിലേക്ക് കൊണ്ടുപോയി. കോസല രാജാവായ നഗജിത്തിന്റെ പുത്രിയാണ് സത്യ. അദ്ദേഹം 7 കാളകൂറ്റന്മാരെ പരിപാലിച്ചിരുന്നു. അവയെ പിടിച്ചു കെട്ടുന്നയാൾക്ക് തന്റെ പുത്രിയായ സത്യയെ വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് രാജാവ് വിളംബരം ചെയ്തു. പല രാജാക്കന്മാരും അവിടെ വന്ന് വെടിവേഷം കെട്ടി തിരികെ പോയി. ഒടുവിൽ ശ്രീകൃഷ്ണനും അർജുനനും കൂടി കോസലത്തിൽ ചെന്നു. ശ്രീകൃഷ്ണൻ കയറെടുത്ത് 7 കാളകളെയും പിടിച്ചു കെട്ടി. കൃഷ്ണൻ സത്യയെ ഭാര്യയായി സ്വീകരിച്ചു. ശ്രീകൃഷ്ണന്റെ പിതൃസഹോദരിയായ ശ്രുതകീർത്തിയുടെ മകളാണ് കൈകേയി. അവളെ ശ്രീകൃഷ്ണൻ വേളി കഴിച്ചു. മദ്രരാജാവിന്റെ പുത്രിയായ ലക്ഷണയെ ശ്രീകൃഷ്ണൻ സ്വയംവരത്തിൽ സ്വീകരിച്ചു. നരകാസുരന് 16,000 പുത്രിമാരുണ്ടായിരുന്നു. അവൾക്ക് ബ്രഹ്മാവ് വരനായി വരുമെന്ന് പൂർവ്വജന്മത്തിൽ ബ്രഹ്മാവിൽ നിന്നും വരം ലഭിച്ചിട്ടുണ്ട്. നരകാസുരന്റെ ഉപദ്രവം മൂലം ദേവകൾക്ക് പോലും ബുദ്ധിമുട്ടായി. ആ ഘട്ടത്തിൽ ശ്രീകൃഷ്ണൻ സത്യഭാമയോടൊന്നിച്ച് ഗരുഡന്റെ പുറത്തു കയറി നരകന്റെ രാജ്യമായ പ്രാഗ്ജ്യോതിഷത്തിൽ ചെന്ന് നരകാസുരനെ തോൽപ്പിച്ച് ബന്ധനസ്ഥകളായ സ്ത്രീകളെയെല്ലാം മോചിപ്പിച്ചു. അതിനുശേഷം നരകാസുരന്റെ 16,000 കന്യകമാരെ ദ്വാരകയിൽ കൊണ്ടുവന്ന് ശ്രീകൃഷ്ണൻ 16,000 പുരുപുരുഷൻ സ്വീകരിച്ച് വിവാഹം കഴിച്ച് ഓരോരുത്തർക്കും ഓരോ കൊട്ടാരവും പണിതു കൊടുത്തു. രുക്മിണി, ജാംബവതി, സത്യഭാമ, കാളിന്തി, മിത്രവിന്ദ, സത്യ, കൈകേയി, ലക്ഷ്മണ എന്നീ 8 പേരും നരകാസുരന്റെ 16,000 പുത്രിമാരും ഉൾപ്പെട്ടതാണ് ശ്രീകൃഷ്ണന്റെ ഭാര്യാമണ്ഡലം.